ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മാനസിക പ്രയാസങ്ങളടക്കമുള്ള 99 രോഗങ്ങൾക്കുള്ള നല്ല ഒരു മരുന്ന് പറയാം. അതുമാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ സ്വർഗീയ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്. സ്വർഗത്തിൽ വലിയ സ്ഥാനത്തെത്താൻ കഴിയും എന്നും മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുആദേ, നിനക്ക് ഞാൻ സ്വർഗ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടത്തെപ്പറ്റി പറഞ്ഞു തരട്ടെയോ എന്ന്. ഏതാണ് നബിയെ ആ കവാടം എന്ന് മുആദ് റളിയല്ലാഹു തആല ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ആ കവാടം ലാ ഹൗല എന്ന ദിക്റാകുന്നു എന്ന്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഹദീസിലുള്ളത്, സ്വർഗത്തിൽ മരങ്ങൾ നടാൻ ആഗ്രഹിക്കുന്നവർ ഹൗഖലത്ത് അഥവാ ലാ ഹൗല എന്ന ദിക്ർ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. ജയിൽ മോചിതനാവാൻ പറ്റിയൊരു ദിക്ർ കൂടിയാണ്. ഏതെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ച് നാം ജയിലിൽ അകപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ ആ ജയിലിൽ നിന്ന് മോചിതനാവാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി കഴിവിൻ്റെ പരമാവധി ഈ ദിക്ർ വർദ്ധിപ്പിച്ചാൽ മതി എന്നതാണ്. ആ ദിക്ർ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് പെട്ടെന്ന് ജയിൽ മോചിതനാവാനുള്ള കഴിവ് അല്ലാഹു തആല നൽകും. മാത്രമല്ല, ഈ ദിക്ർ ഒരു ദിവസം ഒരു മനുഷ്യൻ 100 തവണ ചൊല്ലിയാൽ ഒരു കാലത്തും അവന് ദാരിദ്ര്യം വന്നു പെടുകയില്ല എന്ന് ഇബ്നു അബി ദുനിയ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെയും കാണാൻ കഴിയും. അത്രയും പ്രാധാന്യമുള്ള, ഒരുപാട് മഹത്വങ്ങളുള്ള, പറഞ്ഞാലും തീർക്കാൻ കഴിയാത്ത വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ലാ ഹൗല എന്നുള്ള ദിക്ർ. ആ ദിക്ർ നാം ചൊല്ലേണ്ടത്, ദിവസവും നാം ചൊല്ലുക, ഏറ്റവും കുറഞ്ഞ 100 പ്രാവശ്യമെങ്കിലും നാം ചൊല്ലേണ്ടത് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ഇത്ര മാത്രമാണ്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നമുക്ക് ധാരാളം ചൊല്ലാൻ കഴിയും. ജയിൽ മോചിതനാവാൻ ആഗ്രഹിക്കുന്ന ആൾ, ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാം. അവർക്ക് 100-ൽ ഒതുക്കേണ്ട, അവർക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ, ഇഷ്ടമുള്ളിടത്തോളം, എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം അവരിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. ദിവസം 100 പ്രാവശ്യമെങ്കിലും നാം ഈ ദിക്ർ ചൊല്ലുക. നമ്മുടെ സർവ്വ പ്രയാസങ്ങളും അകലാൻ ഏറ്റവും നല്ലതാണ്. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല മോചനം നൽകും. ധാരാളം ഗുണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ധാരാളം ചൊല്ലാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.